ഒന്ന് തുറന്നു നോക്കാം. ആഹാ, അടിപൊളി. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് മീൻ തലക്കറി വെക്കുകയാണ്. ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് തത്ത എന്ന് പറഞ്ഞ മീനിന്റെ തലഭാഗമാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് നന്നായിട്ട് ഉപ്പും വിനാഗിരി ഒഴിച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഈ കണ്ണെല്ലാം കളഞ്ഞ് നമുക്കൊന്ന് കൊണ്ടുവരാം. അത് കഴിഞ്ഞ് എങ്ങനെയാണ് നമുക്ക് തലക്കറി പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ ഇത് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ശരിക്കും തലക്കറി എന്ന് പറയുന്നത് ഒന്നിച്ചിട്ടാണ്, അതായത് മുറിക്കാതെ ഒന്നിച്ചിട്ടാണ് വയ്ക്കുന്നത്. ഇതിപ്പോ നമ്മള് കുറച്ചും കൂടെ ഒക്കെ ഒരു ഉപ്പും പുളി മസാലയൊക്കെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് രണ്ടായിട്ട് പിളർത്തിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആക്കി വെച്ചിരിക്കുന്ന തലയിലേക്ക് നമ്മൾ ഒരല്പം ഉപ്പും മഞ്ഞളും കൂടെ പുരട്ടി ഒരു 10-15 മിനിറ്റ് വെക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. ഇല്ലേ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ വല്ലാണ്ട് വെളുത്തിരിക്കും. അതുകൊണ്ട് ഒരല്പം ഉപ്പും മഞ്ഞളും പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തലക്കറിയിലേക്ക് ആവശ്യമായ ചേരുവകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അതിനായിട്ട് ഒരു 5-6 ചെറിയ ചുവന്നുള്ളി ചതച്ചത്, പിന്നെ ഒരു 3-4 കാന്താരി ചതച്ചത്, ഒരല്പം 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി. നല്ല ഒരു കളറിനും നമ്മുടെ ഗ്രേവിക്ക് നല്ലൊരു കുറുക്കം കൊടുക്കാനായിട്ട് കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പൊ ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഒരു വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മൺചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ തലക്കറിയൊക്കെ വെക്കുമ്പം കുറച്ച് അധികം വെളിച്ചെണ്ണ ഉപയോഗിക്കണം. ഇപ്പൊ ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ചട്ടി ഒന്ന് കറക്കി എണ്ണ അതിന്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്തിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കൊരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഈ ഉലുവയുടെ ഒപ്പം തന്നെ നമുക്ക് 2-3 പെരിഞ്ചീരകവും കൂടെ ഒരു നല്ല ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി എടുത്തു വെച്ചിരിക്കുന്ന കാന്താരിയോ പച്ചമുളകോ ഏതാന്ന് വെച്ചാൽ അത് ചേർക്കുക. അതിനുശേഷം ചെറിയ ഉള്ളി ചതച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നമുക്ക് ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കുക ഒരു നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാല ഒരല്പം വെള്ളം ചേർത്ത് കലക്കിയിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് മസാലപ്പൊടികൾ. ഇനി അതിന്റെ ഒരു പച്ച മണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റി നല്ലതായിട്ട് അതിന്റെ പച്ചമണം മാറുന്നതും വരെ വഴറ്റിയെടുക്കാം. ഒരല്പം എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പൊടികൾ നന്നായിട്ട് മൂത്ത് പച്ച സ്മെല്ല് നന്നായിട്ട് മാറണം. ഏകദേശം നമ്മുടെ പൊടികളെല്ലാം മൂത്തു. ചട്ടിയിലൊക്കെ കണ്ട എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ട് ചട്ടിയിലൊക്കെ ഇങ്ങനെ പറ്റിയിരിപ്പുണ്ട്. ഇനി നമുക്ക് മസാല മൂത്ത് കഴിയുമ്പം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന തലക്കഷ്ണം ആ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പൊ നിങ്ങൾ മുഴുവനായിട്ടാണ് ഇടുന്നതെങ്കിൽ അങ്ങനെ. ഇപ്പൊ ഇവിടെ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ഹാൻഡിൽ ചെയ്യാനുള്ള സൗകര്യത്തിന് അതൊന്ന് തല പിളർത്തിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മുഴുവനായിട്ടാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ഇട്ടോളുക. ഇനി നമ്മൾ മൂപ്പിച്ചെടുത്ത മസാല ഒന്ന് നന്നായിട്ട് തലയിലേക്കൊക്കെ ഒന്ന് പുരട്ടി ഒന്ന് വെക്കാം. എപ്പോഴും നമ്മൾ മീൻകറിയൊക്കെ വെക്കുമ്പോൾ തലേ ദിവസം തന്നെ വെച്ചിട്ട് പിറ്റേ ദിവസം ആകുമ്പോഴാണ് അതിന്റെ കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. ആ പുളിയും എരിവും ഉപ്പും ഒക്കെ പിടിച്ചിട്ട് അതിപ്പോ തലക്കറി ആയാലും ശരി, നമ്മൾ മുളകരച്ച മീൻകറി ഏതായാലും ശരി, അത് തലേദിവസം തന്നെ വെക്കാനായിട്ട് ശ്രമിക്കുക. ഒരല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുടംപുളി തിളപ്പിച്ച് പുളിവെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്.
നിങ്ങളുടെ പുളിയുടെ ആവശ്യത്തിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ആദ്യം കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അല്പം അരപ്പ് കലക്കാനായിട്ട് ഉപയോഗിച്ച ആ പാത്രത്തിൽ അല്പം വെള്ളം എടുത്തിട്ട് ഈ തല വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചുമ്മാ കുതിർത്ത പുളിവെള്ളം അല്ല, നമ്മുടെ പുളി അല്പം വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ചതിന് ശേഷം ആ പുളിവെള്ളമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ പുളി അതിലേക്ക് അതിന്റെ സത്തെല്ലാം ആ പുളിവെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അല്പം ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഓൾറെഡി നമ്മൾ മീനിൽ അല്പം പുരട്ടിയിട്ടുണ്ട്, അതനുസരിച്ച് ആദ്യം അല്പം ചേർത്ത് കൊടുക്കുക. കാഴ്ചയിലുള്ള തലക്കറിയുടെ ഇംപ്രഷൻ ഓക്കെയാണ്, നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി രുചിച്ചും കൂടെ നോക്കി കഴിയുമ്പം കറക്റ്റാണ്. അപ്പോൾ ഒരു ദിവസം ഇരുന്നിട്ട് പിറ്റേ ദിവസം രാവിലെ കഴിക്കുമ്പോഴാണ് അത്. അപ്പൊ തലക്കറിയും കപ്പയും കുഴച്ചതും കൂടെ ആവുമ്പം അടിപൊളി ടേസ്റ്റ് ആണ്. ഇനി നമുക്ക് ഇത് ഒരു 5-10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ഈ തല വേകുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് കറി ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു അല്പം തുറന്നു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പൊ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുവാണ്. ഇനി നിങ്ങളെ എരിവും ഉപ്പും പുളിയൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ എരിവ് പോരാ, കുരുമുളകിന്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് കൂടി അല്പം തൂവി കൊടുക്കാം. ഇവിടെ ഇപ്പൊ എരിവ് പാകത്തിനാണ്, അതുകൊണ്ട് ഇപ്പൊ ഇനി കുരുമുളക് കൂടി ഇവിടെ ചേർക്കുന്നില്ല. ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നു തുടങ്ങിയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ കറി നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. അല്പം കറിവേപ്പില അവസാനം ഒന്നുകൂടെ ഒന്ന് തൂക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ കപ്പയുടെ കോമ്പിനേഷനായ തലക്കറി റെഡി ആയിട്ടുണ്ട്. മുളകരച്ചു വെച്ച തലക്കറി. അപ്പോൾ ഒരു ദിവസം ഇത് ഇരുന്നതിന് ശേഷം പിറ്റേ ദിവസം ഉപയോഗിക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ നാളത്തേക്കാണ് എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോഴേക്കും അവൻ ആ മുളകൊക്കെ ഒന്ന് പുളിയും ഉപ്പും ഒക്കെ ഒന്ന് പിടിച്ചൊന്ന് സെറ്റാവും. കഷ്ണത്തേല തലയിലേക്കെല്ലാം പിടിച്ച് സെറ്റാകട്ടെ. അപ്പം നാളെ ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് കാണിച്ചു തരാം. നമ്മൾ ഇന്നലെ രാത്രി തലക്കറിയൊക്കെ വെച്ച് അല്പം അടച്ച് ഒക്കെ വെച്ച് ഒരു രാത്രി മുഴുവൻ വെച്ച് ഇപ്പം രാവിലെ നമുക്ക് അതിൻ്റെ അവസ്ഥ എന്താണെന്നൊന്ന് തുറന്നു നോക്കാം. ആഹാ, എണ്ണയൊക്കെ തെളിഞ്ഞ് ഉപ്പും പുളിയൊക്കെ പിടിച്ച് നമ്മുടെ തലക്കറി എങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഒന്ന് രാവിലെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇച്ചിരി കയ്യിലേക്ക് ഇട്ടു അമ്മേ. ആഹാ, അടിപൊളി. അപ്പൊ നല്ല കപ്പയുടെ കൂടെയോ അല്ലെ കാച്ചിൽ പുഴുങ്ങിയതിന്റെ കൂടെയോ ചേമ്പ് പുഴുങ്ങിയതിന്റെ കൂടെയോ ഒക്കെ അടിപൊളി കോമ്പിനേഷൻ. ചോറിന്റെ കൂടെ ആണേലും ബെസ്റ്റാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ വീണ്ടും അടുത്ത തനിനാടൻ റെസിപ്പിയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.